കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വെള്ളം മുടങ്ങി. ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടും പരിഹാരമായില്ല. രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കം ദുരിതത്തിലായി. വെള്ളമില്ല, ഇപ്പം കുറേ വെള്ളം ഇല്ലാണ്ടായിട്ട്. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പോലും പറ്റൂല. ഇപ്പം പല ആൾക്കാരും വന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് സ്മെല്ലായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കുന്നിടത്താണ് വെള്ളമില്ല. അങ്ങനെ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളം തന്നെ ഇല്ല. നമ്പർ 1 ആണ് എത്ര ഇവിടെ ഏഷ്യയിലത്തെ നമ്പർ 1 ആണെന്നാണ് പറഞ്ഞത്. ഈ ഹോസ്പിറ്റൽ ഏഷ്യയിലത്തെ, ഇന്ത്യയിലത്തെ അല്ല, ഏഷ്യയിലത്തെ നമ്പർ 1 ആണ് മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഇവിടെ ഉള്ളത്? എന്ത് സൗകര്യമാണ് ഉള്ളത്? ഒരു വെള്ളം വിളിച്ചല്ല മനുഷ്യനായത് കണ്ട്. പിന്നെ ഏഷ്യയിൽ വെറും തള്ളൽ മാത്രം. അത് ഇത്ര പറയാനുള്ളൂ. തള്ളലെന്നല്ല, ഇപ്പം 2 ദിവസം ഇന്നലെ കുറച്ച് ഭാഗം കിട്ടി. ഇന്ന് ഇതുവരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. അതായത് പേഷ്യൻ്റിനുണ്ടാവും, അതിൻ്റെ കൂടെ 2 ഒരാളുണ്ടാവും. ഇപ്പം ഈ ബക്കറ്റിൽ കൊണ്ടുവരുന്ന വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൂട്ടിരിപ്പുകാർ 2 പേര്, ഒരു പേഷ്യൻ്റ് വല്ല ഛർദ്ദിക്കുകയോ വരുന്നു പോവുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട്? ടി അനീസലി ചേരുന്നു. അനീസലി, ദുരിതാവസ്ഥയാണ്. എന്തുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല 2 ദിവസമായിട്ട്? ധന്യ, ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ എത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാൻ കഴിയാത്ത ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. അവർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും 2 ദിവസമായി ഈ വെള്ളമില്ലാതെ, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമായ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ടാങ്കർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ ടാങ്കറിൽ തന്നെയും റേഷൻ രീതിയിൽ ഒരു ബക്കറ്റിൽ, ചെറിയൊരു ബക്കറ്റിൽ മാത്രമാണ് വെള്ളം നൽകുന്നത്. അതില്ലാത്ത ആളുകൾ ചെറിയ ബോട്ടിലൊക്കെയാണ് വെള്ളം കൊണ്ടുവന്നത്. ചേച്ചി, വെള്ളം ഇതെങ്ങനെ ബോട്ടിലാണോ വെള്ളം കൊണ്ടുപോകുന്നത്? ബോട്ടിലാണ് വെള്ളം കൊണ്ടുവന്നത്. പിന്നെ മേലത്തെ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. പേഷ്യന്റ് ഒറ്റക്കാണ്. ഏത് ഫ്ലോറിലാ? 10th ഫ്ലോറിലോ? വാർഡ് രണ്ടാം നിലയിലാണ്. അതുവരെ വെള്ളം കയറ്റി കൊണ്ടുപോകണം ഇവിടുന്ന് അല്ലേ? ബക്കറ്റിൽ പോകണം. വലിയ പ്രയാസത്തിലാണ് തന്നെ. ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ചെറിയ ബോട്ടിലൊക്കെയാണ് ആളുകൾ വെള്ളം കൊണ്ടുപോകുന്നത്. ഈ 2 ദിവസമായിട്ട് ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അധികൃതർ പറയുന്നത് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടെ ഏതോ പൈപ്പിന് പൊട്ടലുണ്ടായി, അതാണ് ഈ പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കുമെന്ന് പറയാൻ തുടങ്ങി. വെള്ളം എത്തിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. മെയിൽ അയക്കണം എന്ന രീതിയിലാണ്. അപ്പം പറഞ്ഞാൽ ഇവിടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇതര ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെ മെയിൽ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞങ്ങളിവിടെ ഇൻഫർമേഷൻ ജല അതോറിറ്റിയിലേക്ക് അറിയിച്ചിട്ടുണ്ട്, അതിന് പരിഹാരം ഉടനെ കാണും. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും വിളിച്ചപ്പോൾ, പിന്നീട് ഫോൺ എടുത്തപ്പോൾ മറ്റൊരാൾ സംസാരിച്ചത് പറഞ്ഞത് അവിടെ ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ നേരത്തെ ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല, അത് ഏതാനും സമയത്തിനുള്ളിൽ പരിഹരിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്തൊന്നും, ഈ സമയത്ത് ഈ ഒരു ടാങ്കർ പോലും ഇവിടെ അല്ലായിരുന്നു. ആളുകൾ ബക്കറ്റുമായിട്ട് താഴേലേക്ക് ഇറങ്ങി വരിക, അതുപോലെ തന്നെ ഇപ്പോൾ 2-3 നിലയിലൊക്കെ ഉള്ള ആളുകളിലേക്ക് ഈ വെള്ളം എത്തിക്കണമെങ്കിൽ ഈ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളം തന്നെ അവർക്ക് ഒരു ബക്കറ്റിലൊക്കെയാണ് കിട്ടുന്നത്. ഒരാവശ്യത്തിന് ഒരു സമയത്തേക്ക് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദുരവസ്ഥയാണ്. 2 ദിവസമായി മെഡിക്കൽ കോളേജിൽ വെള്ളമില്ല, അത് പരിഹരിച്ചിട്ടില്ല ഇത്രയും സമയമായിട്ട് എന്നുള്ളതാണ്. ടി അനീസലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.